സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BCOC 131 ആണ്. നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നാണ് സബ്ജക്റ്റിന്റെ പേര് അല്ലെ. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏതാണ്? BCOC 131 ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇതൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഈ സബ്ജക്റ്റിൽ ഞാൻ ടേക്ക് ചെയ്തിട്ടുണ്ട്, അതായത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ പറ്റുന്ന പോലെ ഇതിന്റെ കോൺസെപ്റ്റും ഞാൻ എന്ത് ചെയ്യും? ഡീപ്പായിട്ട് തന്നെ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ പാർട്ട് വൈസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പാർട്ട് വൈസ് അപ്ലോഡ് ചെയ്യുന്നതും, അതായത് എന്നാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്? ഡിസംബറിനാണ് എക്സാം വരുന്നത്. അപ്പൊ ഡിസംബറിന് മുമ്പായിട്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് തീർക്കുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിയുള്ള വീഡിയോസ് പിന്നീട് ചിലപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ആ ബെല്ലൈക്കണില്ലേ അതൊന്ന് ഓളിലോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അതുപോലെ എന്താ, നമുക്ക് അത്യാവശ്യം സപ്പോർട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഇതുപോലുള്ള സബ്ജക്റ്റുകൾ ഇനിയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇഗ്നോ ബികോം അല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് വരുന്ന എല്ലാ പല പ്രോഗ്രാം ഉണ്ടാവില്ല, BBA ഉണ്ടാവും, അവർക്കൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾ ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദി ഒബ്ജക്റ്റീവ്. Okay, state the objectives and significance of setting accounting standards. Accounting standard നമുക്കറിയാലോ, AS അല്ലെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചല്ലേടാ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ്സും അതിന്റെ സിഗ്നിഫിക്കൻസും സ്റ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടിങ് പ്രോസസ്സിലാണ്. ആ അക്കൗണ്ടിങ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് ഏതെല്ലാമാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് യൂണിഫോമിറ്റി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിലെ യൂണിഫോമിറ്റി നമുക്ക് ജസ്റ്റ് നോക്കാം. എന്താണ് യൂണിഫോമിറ്റി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്? യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ, യൂണിഫോമിറ്റി എന്ന് നമുക്ക് കേട്ടിട്ടില്ല യൂണിഫോം ആണെന്ന്. അതായത് എന്താ, നമുക്ക് ഈ സ്കൂളിലൊക്കെ എന്താണ് യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം എന്താ, എല്ലാവർക്കും ഒരേപോലത്തെ യൂണിഫോം ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗില്ലേ, നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് കൊടുക്കില്ലേ, ആ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് യൂണിഫോമിറ്റി ഉറപ്പുവരുത്തുക, എൻഷുർ യൂണിഫോമിറ്റി. എടാ, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താ, ഓരോ കമ്പനിക്കും വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണോ? അല്ല. എന്താണ്, നമ്മുടെ ഈ AS അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കൺട്രികളിലും ഈ AS തന്നെയായിരിക്കും, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആണെന്ന് കരുതുക. ഇത് എന്തിനാണ് AS ഇങ്ങനെ വച്ചേക്കുന്നത്? നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണ്. ഓക്കെ, നിങ്ങൾ ആരാണ്? രവി എന്ന് പറയുന്ന അക്കൗണ്ടന്റ് ആണ്. നിങ്ങൾക്ക് എന്തറിയാം? AS അറിയാം. ഓക്കെ, നിങ്ങൾക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറിയാം. അതുപോലെ ഇൻഡേഴ്സ് എന്ന് പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതാണ് നിങ്ങൾ എന്ത് ചെയ്തത്? നിങ്ങളുടെ അക്കൗണ്ടൻസിയിൽ പഠിച്ചത്. നിങ്ങൾ എന്നിട്ട് ഒരു കമ്പനിയിൽ പോകുന്നു. ഫസ്റ്റ് നിങ്ങൾ ഒരു കമ്പനിയിൽ പോവുകയാണ്, ABC കമ്പനിയിൽ പോകുന്നു. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സുഖമായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ട്, കാരണം നിങ്ങളുടെ AS ഒക്കെ അനുസരിച്ചാണ് നിങ്ങൾ അവിടെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വേറൊരു കമ്പനി പോവുകയാണ്. അതെന്താണ്? ശശിധരൻ കമ്പനി പോവുകയാണ്. അവിടെ സംഭവിച്ചപ്പോൾ എന്താണ്? അവിടെ അങ്ങനെ AS കാര്യങ്ങളൊന്നുമില്ല, വേറെ രീതിയിൽ അവിടെ പ്രിപ്പയർ ചെയ്യുന്നു. ABC കമ്പനിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് AS പ്രകാരം, ഈ കമ്പനിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് വേറെ എന്തോ രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഓരോ അക്കൗണ്ടന്റുമാർക്കും എന്താണ്, വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതുപോലെ ഇത് ചെക്ക് ചെയ്യാൻ, ഇത് ഓഡിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഈ കമ്പനി വേറെ രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു, ഈ കമ്പനി എന്താണ് വേറെ രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ രണ്ടും വേറെ ഡിഫറെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല, ഒരു സ്ഥിരത, അല്ലെങ്കിൽ ഒരു സെയിം ആയിട്ടല്ലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ യൂസ് എന്താണ്? എല്ലാ കമ്പനികളും ഒരുപോലെ തന്നെ അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരേ രീതിയിൽ അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയേണ്ടത് എന്താണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ യൂണിഫോമിറ്റി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? Ensure uniformity and consistency.
എടാ ഞാൻ പറഞ്ഞു യൂണിഫോമിറ്റി, അതായത് സെയിം ആയിട്ട് എല്ലാം വേണം. അതുപോലെ എന്താണ് കൺസിസ്റ്റൻസിയും വേണം. സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അക്രോസ് ഡിഫറെന്റ് ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസ് ആയിക്കോട്ടെ, പല ഓർഗനൈസേഷനിലും എല്ലാ ഓർഗനൈസേഷനിലും അത് ഒരേപോലെയും അതുപോലെ സ്ഥിരമായിട്ടും ഇത് ചെയ്തുകൊണ്ട് ഇരിക്കണം. By providing a common framework, accounting standard helps reduce discrepancies in the interpretation of financial data. അതായത് ഒന്നുമില്ല, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തിന്? റിഡ്യൂസ് ഡിസ്ക്രപ്പൻസീസ്, അതായത് ഇറേസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അക്കൗണ്ടിങ് ഡാറ്റ. എന്തിന്റെ? ഫിനാൻഷ്യൽ ഡാറ്റാസ് ഇല്ലേ, അതിന്റെ എന്തെങ്കിലും എറർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് കുറക്കാൻ നമ്മളെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്പ് ചെയ്യും. സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റിലോട്ട് നമുക്ക് വരാം. അവിടെ എന്താണ്? റിലയബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നോക്കാം. വിശ്വാസ്യത. ഓക്കെ, അതായത് ഒന്നുമില്ല, അതായത് റിലയബിലിറ്റിയും ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ഓപ്പൺ അല്ലെ, ഓപ്പൺ എന്ന രീതിയിലാണ്. അതായത് എന്താ, ഒരു തുറന്ന ഒരു പുസ്തകം എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അതുപോലെ റിലയബിലിറ്റി എന്ന് പറയുന്നത് വിശ്വസ്തത എന്ന് പറയാം. ഇപ്പോൾ ഇത് എന്തിനാണ് എന്ന് നമുക്കിത് വായിച്ചതിന് ശേഷം പറയാം. Accounting standard aims to enhance the reliability and transparency of the financial statement. Okay, financial statementന്റെ റിലയബിലിറ്റിയും ട്രാൻസ്പെറൻസിയും എൻഹാൻസ് ചെയ്യുക എന്നതാണ് AS-ന്റെ അടുത്ത ഒരു എയിം എന്ന് പറയുന്നത്. They ensure financial report accurately reflect an organization's financial performance and positions, enabling stakeholders to make informed decision. എന്താണ് ഇവിടെ പറയുന്നത്? ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആക്യുറേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ട് ആ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസും അതുപോലെ ഇപ്പോൾ ആ ഓർഗനൈസേഷന്റെ പൊസിഷൻ എന്താണ്, പ്രോഫിറ്റ് ഉള്ള രീതിയിലാണോ അല്ലെങ്കിൽ ലോസ് ഉള്ള രീതിയിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ടേ അതിന്റെ പൊസിഷൻസ്. അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താ? കമ്പനിയുടെ ഓണേഴ്സ് അല്ലെ ഷെയർ ഹോൾഡേഴ്സ്. ഇവർക്ക് എന്തറിയണം? ഇവരുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യണം. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്ത് പറ്റണം? ഇത് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇൻഫോർമഡ് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട്, അതായത് P&L, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതിലൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകണം നമുക്ക് എത്രയാണ് പ്രോഫിറ്റ്, നമുക്ക് ഇപ്പൊ എത്ര അസറ്റ് ഉണ്ട്, എത്ര രൂപയുടെ ലൈബിലിറ്റി ഉണ്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന ആള് ഒരു വിശ്വസ്തനായിരിക്കണം അല്ലെ? ഒരു വിശ്വസ്തൻ. ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയിലുള്ള അക്കൗണ്ടന്റ് എന്താ? എല്ലാം തെറ്റായിട്ട് ഫ്രോഡ് പരിപാടി കാണിച്ചു വെക്കുകയാണ്. പക്ഷെ ഈ AS നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് അക്കൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് റെക്കോർഡ് ചെയ്തു, പക്ഷെ ഒരു സ്ഥലത്ത് എന്താ ഇറർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം, ഇവിടെ എന്തോ ഒരു ഉടായ്പ മണക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കി. ഇത് നിങ്ങൾക്ക് എന്താ കുറച്ചും കൂടി കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ കത്താൻ തുടങ്ങും. ഇത് എന്താടാ? ഇത് റെഗുലർ ക്ലാസ് അല്ല, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു എന്താണ് മാരത്തോൺ പോലെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സിൽ എത്രത്തോളം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇപ്പൊ തന്നെ ഏകദേശം ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട് ഈ 2 പോയിന്റ്സിൽ തന്നെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഈ ഉണ്ടാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആ റെക്കോർഡുകൾക്ക് എന്താണ്? ഒരു വിശ്വസ്തതയും അതുപോലെ അതിൽ ഫ്രോഡ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ കുറക്കണം എന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എയിം ചെയ്യുന്നത്. ഓക്കെ, ഇനി കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ ആർക്കാണ് അറിയാത്തത്? കൊച്ചു കുട്ടികൾക്ക് വരെ പറഞ്ഞൂടെ? കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കമ്പയർ ചെയ്യുക അല്ലെ? എന്ത് വെച്ച് കമ്പയർ ചെയ്യുക? കമ്പയറബിലിറ്റി ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിഫറെന്റ് എൻറ്റിറ്റീസ്. പല എൻറ്റിറ്റീസിലെ, എൻറ്റിറ്റീസ് എന്ന് വെച്ചാൽ എന്താ? ഓർഗനൈസേഷൻ. പല ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം എന്താ? അക്കൗണ്ടിങ് എല്ലാ കമ്പനികളിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ? കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോ A എന്ന് പറയുന്ന കമ്പനി, B എന്ന് പറയുന്ന കമ്പനി, ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് എന്താ? AS എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും അല്ലെ? കാരണം എന്താ? ആ കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് കമ്പാരിസൺ ആണ് നടത്തുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. മെസ്സി എന്ന് പറയുന്ന ഫുട്ബോളർ, മോഹൻലാൽ, അതായത് നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്ന ആക്ടർ. ഈ മോഹൻലാൽ ആരാണ്? ആക്ടറാണ്. മെസ്സി ആരാണ്? ഫുട്ബോളറാണ്. അപ്പൊ ഇവര് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ?
ഇല്ലാലോ. കാരണം എന്താ, ഈ വ്യക്തി ഫുട്ബോളർ ആണ്, ഇയാൾ ആക്ടർ ആണ്. അപ്പോൾ ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ മോഹൻലാലിന് പകരം ഇവിടെ റൊണാൾഡോ ആരാണ്? ഫുട്ബോളർ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇവർ രണ്ടുപേരുടെയും മേഖല ഒന്നാണ്. പക്ഷെ ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, ബി എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ഇവിടെ എന്താണ്, AS ഫോളോ ചെയ്യുന്നുണ്ട് എ എന്ന് പറയുന്ന കമ്പനി, ബി എന്ന് പറയുന്ന കമ്പനി എന്താണ്, AS ഫോളോ ചെയ്യുന്നുണ്ട്. സോറി, എക്സാമ്പിളിലൊന്നും ഇറങ്ങുന്നുണ്ട് ഇവിടെ. ASന്റെ എക്സാമ്പിൾ മറ്റേ മമ്മൂട്ടിയുടെ, സോറി, മെസ്സിയുടെയും മോഹൻലാലിന്റെയും മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പൊ മെസ്സിയുടെയും മോഹൻലാലും വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സെയിം ആയിട്ടുള്ള ആൾക്കാർ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന കമ്പനി AS ഫോളോ ചെയ്യുന്നുണ്ട്, ബി എന്ന് പറയുന്ന കമ്പനി AS ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും സെയിം രീതിയിൽ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കമ്പയർ ചെയ്യാൻ പറ്റും. ഇനി ASന്റെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, AS എ എന്ന് പറഞ്ഞ കമ്പനി AS ഫോളോ ചെയ്യുന്നുണ്ട്, ബി എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുന്നില്ല, AS ഫോളോ ചെയ്യുന്നില്ല. ഇവര് എന്താ, ഇവരുടെ തോന്നിവാസത്തിന്റെ രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവര് തമ്മിൽ കമ്പയർ ചെയ്ത് ശരിയാകൂ? ഇവര് വേറെ രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഇവര് വേറെ രീതിയിലാണ്. അപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ AS വെച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെയിം അല്ലേ, രണ്ടുപേരും സെയിം റൂൾസ് ഒക്കെ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദിസ് ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ യൂസേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എന്താണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്, ഇന്റേണൽ യൂസേഴ്സ് ഉണ്ട്. അതിലെന്താണ് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, ഇവർക്ക് എന്തറിയാൻ പറ്റും, ഇവർക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ഇൻവെസ്റ്റേഴ്സ് കമ്പയർ ചെയ്യില്ലേ, അതായത് റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, അതുപോലെ ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ഈ രണ്ട് കമ്പനികളും കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രോഫിറ്റ് കിട്ടണമെന്ന് നമ്മൾ നോക്കില്ലേ, അതിനുവേണ്ടി ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അപ്പോൾ ഇവർ രണ്ടുപേരും AS യൂസ് ചെയ്യുന്നത് കാരണം എന്താ, ഇവർക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ കമ്പനിയുടെ പെർഫോമൻസും അതുപോലെ ഇവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത്, ഇവരെന്താ കുറെ കടമെടുത്ത് മുടിയാറായി നിൽക്കുകയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഡിഫറെന്റ് കമ്പനീസിന്റെ. ഓക്കെ, 3 പോയിന്റ്സും കംപ്ലീറ്റ്ലി ഷുവർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അടുത്ത പോയിന്റ്, മിനിമൈസേഷൻ ഓഫ് ഫ്രോഡ്. നമുക്കറിയാം എന്താണ്, ഉടായ്പകൾ ഉണ്ടാവും, ഈ എംപ്ലോയീസ് എന്ത് ചെയ്യും, ഫ്രോഡുകൾ കാണിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ കമ്പനി തന്നെ ഫ്രോഡ് കാണിക്കും. അപ്പോൾ അതൊക്കെ കുറക്കാൻ എന്ത് സഹായിക്കും, AS സഹായിക്കും. By prescribing specific rule and guidelines for recording financial transaction. ASൽ എന്തുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസുകൾ പറയുന്നുണ്ട്, അതുപോലെ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുകയാണ്, റിഡ്യൂസ് ചെയ്യുകയാണ് എന്ത്, മാനിപ്പുലേഷൻ ആൻഡ് ഫ്രോഡ്. ഈ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, എന്താണ് മാനിപ്പുലേഷൻ, ഇല്ലാത്തത് ഉണ്ടാക്കാനുള്ള അങ്ങനെയുള്ള മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഉഡായിപ്പ്, ഫ്രോഡുകൾ കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യും, റിഡ്യൂസ് ചെയ്യും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ദിസ് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് എമംഗ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ പബ്ലിക്. ഇത് എന്ത് ചെയ്യും, ഇത് കാരണം നമ്മുടെ ട്രസ്റ്റ് ഇല്ലടാ, നമ്മുടെ കമ്പനിയുടെ വിശ്വസ്തയും അതുപോലെ കോൺഫിഡൻസും ഇൻവെസ്റ്റേഴ്സിനും പബ്ലിക്കിനും ഇംപ്രൂവ് ചെയ്യും. അഞ്ചാമത്തത് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് കൺസിസ്റ്റന്റ് ആൻഡ് കമ്പയറബിൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എനേബിൾ. ഒരു കൺസിസ്റ്റന്റ് സ്ഥിരതമായിട്ടുള്ളതും അതുപോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എനേബിൾ ചെയ്യുന്നത് എന്താണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റുകയാണ്. അതുപോലെ സച്ചാസ് ഇൻവെസ്റ്റിംഗ്, ലെൻഡിങ് ഓർ പ്രൊവൈഡിങ് സർവീസ്, അതായത് ഇൻവെസ്റ്റിംഗ്, ലെൻഡിങ് ഓർ പ്രൊവൈഡിങ് സർവീസുകൾക്കൊക്കെ ഒരു ബെറ്റർ ആയിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതെ നമുക്കൊരു ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റും. ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഇനി റെഗുലേറ്ററി കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്, കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരേണ്ട പേര് ലീഗൽ എന്നാണ്, ലീഗൽ. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ദാറ്റ് എൻഷുർ കംപ്ലൈൻസ് വിത്ത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്, മിനിമൈസ് ദ റിസ്ക് ഓഫ് ലീഗൽ പെനാൽറ്റീസ് ആൻഡ് ഫൈൻസ്. അത് ASൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ രീതിയിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ട, നിയമപ്രകാരം ഫയൽ ചെയ്യേണ്ട റിക്വയർമെന്റ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മിനിമൈസ് ദ റിസ്ക് ഓഫ് ലീഗൽ പെനാൽറ്റീസ് ആൻഡ് ഫൈൻസ്. പെനാൽറ്റീസും ഫൈൻസിന്റെയും റിസ്ക് നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും.
ഗൈഡൻസ് ഫോർ അക്കൗണ്ടൻസി, ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസിന് ഗൈഡൻസ് കൊടുക്കുക. അതായത് എന്താ, അക്കൗണ്ടൻസിന് ഇതിൽ ഇന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെ ഇത് റെക്കോർഡ് ചെയ്യണം, എന്തൊക്കെ റൂൾസ് നോക്കണം എന്നൊക്കെ പറയല്ലേ. അപ്പൊ അക്കൗണ്ടൻസ് എന്താ, ഇതൊരു ഗൈഡൻസ് ആണ്, ഒരു ഗൈഡ് ബുക്ക് പോലെ ഇവർക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് സ്റ്റാൻഡേർഡ്സ്, ഇതിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. എന്ത്, ക്ലിയർ ഗൈഡ് ലൈൻസ് ഫോർ അക്കൗണ്ടൻസ്, റെഡ്യൂസിങ് ആംബിഗ്യൂട്ടി ആൻഡ് പ്രൊമോട്ടിങ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇത് കാരണം എന്ത് ചെയ്യാം, നമുക്കൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നമുക്ക് മേക്ക് ചെയ്യാൻ, അതായത് അക്കൗണ്ടൻസിന് മേക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ എടാ, നമുക്ക് ഇനി അടുത്തത് നോക്കാം. നമുക്ക് എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യന് ചോദിച്ചത്? ഒന്ന്, ഒബ്ജക്റ്റീവ്സ് ചോദിച്ചു അല്ലെ. ഒബ്ജക്റ്റീവ്സ് നമ്മൾ പക്കാ ക്ലിയർ ആയിട്ട് നോക്കി. എത്ര പോയിന്റ് നോക്കി? 7 പോയിന്റോളം നമ്മൾ നോക്കി. നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എത്ര മാർക്കിനാണ് വരുന്നത്? 20 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 20 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് 3 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഒന്ന് ഒബ്ജക്റ്റീവ്സ് ചോദിച്ചു. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റീവ്സ് അവരുടെ എയിംസ്, അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഇനി സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫീച്ചേഴ്സ് അല്ലെ. ഇനി അടുത്ത ചോദിച്ചാൽ എന്താ, അക്കൗണ്ടിങ് പ്രോസസിന്റെ സ്റ്റെപ്സ്. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് 20 മാർക്കിന് ചോദിച്ചപ്പോൾ ഒരു 7 പോയിന്റ്സ് എങ്കിലും ഒബ്ജക്റ്റീവ്സിന് കൊടുത്തു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ, സിഗ്നിഫിക്കൻസ് നോക്കണം. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഫീച്ചേഴ്സ് അല്ലെ. എന്താണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനുള്ള സിഗ്നിഫിക്കൻസ് എന്തെല്ലാമാണ്? ഒന്ന് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആൻഡ് യൂണിഫോമിറ്റി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. ഓക്കെ, യൂണിഫോമിറ്റി എന്താണെന്ന് പറഞ്ഞു തന്നു, കൺസിസ്റ്റൻസി എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോൾ ഇതിനി അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, ജസ്റ്റ് നോക്കാം എന്തെങ്കിലും പുതിയതായിട്ട് കാര്യം പറയുന്നുണ്ടോ എന്ന്. എൻഷൂർ ദാറ്റ് സിമിലർ ട്രാൻസാക്ഷൻ ആർ അക്കൗണ്ടഡ് ഫോർ സിമിലർ മാനർ അക്രോസ് ഡിഫറെന്റ്. അതായത് എന്താ, ഡിഫറെന്റ് ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷനിലായാലും ഒരു സിമിലർ മാനർ, സിമിലർ ആയിട്ടുള്ള രീതിയിലായിരിക്കണം അക്കൗണ്ട് ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻസ്. ദിസ് കൺസിസ്റ്റൻസി ലീഡ് ടു യൂണിഫോമിറ്റി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഈ കൺസിസ്റ്റൻസി, അതായത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് സെയിം രീതിയിൽ തന്നെ ഇത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിൽ എന്താ, ഒരു സ്ഥിരത ഉണ്ടാവും. മേക്കിംഗ് ഇറ്റ് ഈസിയർ യൂസേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇന്റർപ്രറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ഇതിന്റെ മെയിൻ കാര്യം. എന്തിനാണ് യൂണിഫോമിറ്റി എന്ന് മനസ്സിലാവാത്തത്, എന്തിനാണ് സെയിം ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. മേക്ക് ഇറ്റ് ഈസിയർ, അത് ഈസിയർ ആക്കാൻ വേണ്ടി ആർക്ക്, യൂസറിന് വേണ്ടി. ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട് അഥവാ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇത് ഈസിയർ ആയിരിക്കും എന്ത് ചെയ്യുകയാണെങ്കിൽ, സെയിം ആക്കുകയാണെങ്കിൽ. അതുപോലെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കാം. ഇനി എൻഷൂറിങ് കമ്പയറബിലിറ്റി, നമ്മൾ എന്താണ് ASന്റെ ഒരു ഫീച്ചർ ആയിട്ട് പറയുന്നത് കമ്പയറബിലിറ്റി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഈ 2 പോയിന്റ്സ്. അപ്പോൾ ഫസ്റ്റ് പഠിച്ചതാണ്, നിങ്ങൾക്ക് എന്താ ഇതൊക്കെ തന്നെ എഴുതിക്കൂടെ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരിച്ചും മറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിഫറെന്റ് കമ്പനീസ്. സിമ്പിൾ പോയിന്റ്, പറയേണ്ട ആവശ്യമില്ല. വിത്തിൻ ദ സെയിം ഇൻഡസ്ട്രി ഓർ അക്രോസ് ഇൻഡസ്ട്രി. സിമ്പിൾ. ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അനലിസ്റ്റ് റിലേ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് അറിയാലോ, ഡിപ്പെൻഡ് എന്നാണ് പറയുന്നത്. റിലേന്റെ വേറൊരു പേരെന്താ, ഡിപ്പെൻഡ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അനലിസ്റ്റ് ഡിപ്പെൻഡ് ഓൺ സച്ച് കമ്പാരിസൺ ഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇൻവെസ്റ്റേഴ്സും അനലിസ്റ്റുകളും എന്ത് ചെയ്യുന്നു, ഇത് കമ്പയർ ചെയ്തിട്ട് ബെറ്റർ ഏതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കേണ്ടത്, ബെറ്റർ ഓപ്ഷൻ ഏതാ എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പയറബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് കമ്പയർ ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, മോഹൻലാലും അതുപോലെ മെസ്സിയും കമ്പയർ ചെയ്യാൻ പറ്റൂടാ. മോഹൻലാലും മമ്മൂട്ടിയും കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ റൊണാൾഡോയും മെസ്സിയും കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ്, മോഹൻലാലും മമ്മൂട്ടിയും കമ്പയർ ചെയ്തിട്ട് ഇവരിൽ ഏതാണ് ബെസ്റ്റ്, ഇവരുടെ ഏത് നടനെ നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാൻ ചൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. പക്ഷെ മോഹൻലാലിനെയും റൊണാൾഡോയും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് റൊണാൾഡോനെ എടുത്തിട്ട് നിങ്ങളുടെ ഫിലിമിൽ അഭിനയിക്കാൻ പറ്റുമോ? അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നോക്കിയും കണ്ടിട്ട് എല്ലാം രണ്ടും സെയിം രീതിയിലാക്കിയിട്ട് വേണം കമ്പയർ ചെയ്യാൻ. ഫെസിലിറ്റേറ്റിംഗ് ഗ്ലോബൽ അക്സെപ്റ്റൻസ്. ഇതെന്താണ്, ഇതൊരു പുതിയ പോയിന്റ് ആണ് അല്ലെ. അതായത് ഗ്ലോബൽ അക്സെപ്റ്റൻസ് ആയിരിക്കണം. അതായത് ഒന്നുമില്ലാടാ, ഗ്ലോബലി നമ്മളിപ്പോ പറഞ്ഞില്ല, AS എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ വേണം. അപ്പോൾ AS എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാണ് എന്ത്, ഇൻ ആൻഡ് ഇൻക്രീസിംഗ്ലി ഗ്ലോബലൈസ്ഡ് വേൾഡ് എന്താണ്, ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ലൈക്ക് IFRS, അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്, ASൽ ഒരു സ്റ്റാൻഡേർഡ് ആണ് IFRS എന്ന് പറയുന്നത്. help ensure that financial statement are understandable and comparable across countries. ഈ IFRS നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് അണ്ടർസ്റ്റാൻഡബിളും അതുപോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്നു അക്രോസ് കൺട്രീസ്, മൊത്തം കൺട്രീസിലുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, ഈ IFRS യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. മനസ്സിലായല്ലോ, അത് മതി.
പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മുടെ AS എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണെന്ന് പറഞ്ഞു, ആൻഡ് റിലയബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രൊട്ടക്ട്. അപ്പോൾ ട്രാൻസ്പെറന്റും അതുപോലെ ഒരു റിലയബിൾ ആയിട്ടുള്ള വിശ്വസ്തമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ വേരിയസ് ഇൻട്രസ്റ്റും അതുപോലെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റും. സോറി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് അല്ല. ഷെയർ ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ചെറിയ വ്യത്യാസമുണ്ട്. എടാ വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ് പറഞ്ഞപ്പോൾ. അതായത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ അഥവാ ഓർഗനൈസേഷനിൽ ഒരു വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും. അതായത് എന്താ, ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവും, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവും. ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ്, എംപ്ലോയീസ്, മാനേജേഴ്സ്. ഇനി എക്സ്റ്റേണൽ ആണെങ്കിൽ എന്താ, കസ്റ്റമേഴ്സ്, സപ്ലൈസ്, ഗവൺമെന്റ്, കമ്മ്യൂണിറ്റി, ക്രെഡിറ്റേഴ്സ് ഒക്കെ എന്താ എക്സ്റ്റേണൽ ആണ്. അപ്പൊ ഇവരെന്താ നമ്മുടെ ബിസിനസ്സിനെ ഫെയിലർ ആണോ അല്ലെങ്കിൽ സക്സസ് ആണോ എന്നൊക്കെ നോക്കി കണ്ട് നമ്മുടെ ബിസിനസ്സിൽ ഒരു ഇൻട്രസ്റ്റ് വെക്കുന്നവരെ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ വ്യത്യാസം എന്താ വെച്ചാൽ നമ്മുടെ ബിസിനസിന്റെ ഷെയറുകൾ ഓൺ ചെയ്യുന്ന വ്യക്തികളെയാണ് എന്ത് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വ്യത്യാസം ഉണ്ട്. ഓക്കെ, അതൊന്നും മനസ്സിലാക്കട്ടെ. ചില ഇറക്കം നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ വന്നു പോകും. ദി ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് എന്താണ്, എടാ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയണേ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒരു ട്രാൻസ്പെറന്റും റിലയബിളും ആണെങ്കിൽ അത് എന്താണ്, ഒരു പ്രൊട്ടക്ട് ചെയ്യുന്നു. ആരുടെ, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഷെയർ ഹോൾഡേഴ്സ് ക്രെഡിറ്റേഴ്സിന്റെ ഒക്കെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇത്രയും ഉള്ളൂ, മനസ്സിലാക്കിയാൽ മതി. ഇനി റിഡക്ഷൻ ഓഫ് ലിറ്റിഗേഷൻ റിസ്ക്. ലിറ്റിഗേഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഈ ലീഗൽ ഇഷ്യൂസ് വരുന്ന റിസ്കുകൾ ഇല്ലടാ. നമ്മൾ എന്തെങ്കിലും നിയമപരമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ്, അതൊരു റിസ്ക് അല്ലേ, ശരിയല്ലേ? അപ്പൊ അത് കുറക്കാൻ നമുക്ക് എന്ത് സഹായിക്കും, AS സഹായിക്കും. അതാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ബൈ adhering to established accounting standards, companies can reduce the risk to legal issues. ലീഗൽ ഇഷ്യൂസ് ആയിട്ടുള്ള റിസ്ക് കുറക്കാൻ നമ്മൾ എന്ത് സഹായിക്കുന്നു, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സഹായിക്കുന്നു. അറൈസിങ് ഫ്രം inaccurate or misleading financial reporting. അതായത് എന്തെങ്കിലുമൊക്കെ വിട്ടുപോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് കുറക്കാൻ സാധിക്കും. അതായത് എന്താ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനെ തെറ്റുകളൊന്നും വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ചെയ്തിട്ടാണ് പോകുന്നത്. എനിക്ക് ജസ്റ്റ് വായിച്ചു പോയാൽ മതി, പക്ഷെ മാക്സിമം നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട്, അടുത്ത ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ ഉണ്ടാവില്ല, അടുത്ത പാർട്ടിലായിരിക്കും, കാരണം ഈ വീഡിയോ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നോക്കാം. സ്റ്റെപ്പ് ഇൻവോൾവഡ് ഇൻ ദി അക്കൗണ്ടിങ് പ്രോസസ്സ്. നമുക്കറിയാം അക്കൗണ്ടിങ് പ്രോസസ്സിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണുള്ളത്. അപ്പോൾ ആദ്യം ഇവർ നോട്ട് കൊടുക്കുന്നുണ്ട്. Accounting process involves systematic series of steps to record, classify, summarize and interpret the financial transaction. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്താ പ്ലസ് ടു തുടങ്ങി പഠിക്കുന്ന കാര്യം തന്നെയാണ്, അതങ്ങനെ ഇതാ. ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വെറുതെ ടൈം കളയണ്ടാലോ. 1 minute ഒന്ന് വായിച്ചു കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇതൊക്കെ വരച്ച് കാണിച്ചു തരാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ചെയ്യുന്ന പ്രോസസ്സിലെ, അക്കൗണ്ടിങ് ചെയ്യില്ലടാ, അതിന്റെ ആ പ്രോസസ്സിലെ അതിന്റെ സ്റ്റെപ്പുകളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രാൻസാക്ഷനെ ഐഡന്റിഫൈ ചെയ്യണം. ദി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഐഡന്റിഫൈ ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്യുക എന്നതാണ്. ഓക്കെ, ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവഡ് ഐഡന്റിഫൈയിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ that need to be recorded. അത് ഐഡന്റിഫൈ ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്യുകയും വേണം. Only this transaction have a financial impact on business are considered. After identifying, each transaction is analyzed to determine its effect on financial statement. ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന എഫക്റ്റ് എന്താണെന്ന് നമ്മൾ അനാലിസിസ് ചെയ്യണം. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ് എടാ, അതായത് ഒന്നുമില്ല, ചിലപ്പോ ഡിപ്രിസിയേഷൻ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് കരുതുക. ഡിപ്രിസിയേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ നിന്ന് അത് നമുക്ക് കുറച്ച് കളയേണ്ടത്. നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടില്ലേ, അത് കുറച്ച് കളയേണ്ടത്. അപ്പൊ ഇങ്ങനെ ഓരോ എഫക്റ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അനാലിസിസ് ചെയ്ത് മനസ്സിലാക്കണം. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതാണ്. ഇനി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസാക്ഷൻ മനസ്സിലാക്കുന്നു. ഇത് എന്താ, ഒന്നാമത്തെ സ്റ്റെപ്പാണ്. നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ മനസ്സിലാക്കുകയാണ്. ആ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഗുഡ്സ് സെയിൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു മിഷനറി സെയിൽ ചെയ്തെന്നായിക്കോട്ടെ. ഒരു മിഷനറി നിങ്ങൾ സെയിൽ ചെയ്തു. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ്
ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇതിന് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ ജേണൽ എൻട്രി ഇടാം? നിങ്ങൾ +2 തുടങ്ങി +1ലും +2ലും പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു മെഷീനറി സെയിൽ ചെയ്തു, നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി. അപ്പൊ എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി എന്ന് പറയുന്ന അസറ്റ് പറഞ്ഞില്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി. ഇതല്ലേ നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സ്. അപ്പോൾ അത് നോക്കാം. Recording in journal. All identified transactions are recorded in the journal or book of original entry. Journal എന്നോ book of original entry എന്ന് പറയും. ഇത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതാ ഒന്നുമില്ല, നമ്മൾ ആദ്യം വരുന്ന കാര്യങ്ങൾ ആദ്യം റെക്കോർഡ്, അതായത് ടൈം അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്തു പോകുന്നു, അത്രയും ഉള്ളൂ. ടൈം ബേസ്ഡിലാണ് അല്ലെങ്കിൽ ഒരു ഇവന്റ് ബേസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ജനുവരിയിൽ നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തു, അപ്പൊ നമ്മൾ ഫസ്റ്റ് ജനുവരിയിൽ എൻട്രി ഫസ്റ്റ് ഇടും. ഇനി 10ാം തീയതി നമ്മൾ എന്ത് ചെയ്തു? സപ്ലയറിന് പേയ്മെന്റ് ചെയ്തു, അപ്പൊ എന്ത് ചെയ്യും? 10ാമത്തെ ജനുവരിയിൽ നമ്മൾ ആ ഡേറ്റ് ഇട്ടിട്ട് റെക്കോർഡ് ചെയ്യും. അത്രയും ഉള്ളൂ. ആ ഒരു ഡേറ്റ് ആണ് അതിനോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലാക്കുക. ഈ പ്രോസസ്സിനെയാണ് പറയുന്നത് ജേണലൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജേണലൈസ് എന്ന് പറയുന്നത്. എവറി ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ് ആസ് ഡെബിറ്റ്. എല്ലാ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ക്രെഡിറ്റുമാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഫോളോയിങ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ എൻട്രികൾക്കും ഡബിൾ എൻട്രികൾ ഉണ്ടാവും. അതായത് നോക്കിയാൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഒന്ന് ഡെബിറ്റ് ഉണ്ടാവും, ഇതിന്റെ കറസ്പോണ്ടൻസ് ആയിട്ട് ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഡബിൾ എൻട്രി എന്ന് പറഞ്ഞു. ഡബിൾ എൻട്രി എന്തൊക്കെയാണ്? ഒന്നാമത്തെ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ഡബിൾ എൻട്രി സിസ്റ്റത്തില് 2 എൻട്രികൾ ഉണ്ട്. അതായത് ഒരു ട്രാൻസാക്ഷൻ എന്തുണ്ട്? 2 എൻട്രി ഉണ്ട്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു എൻട്രി ഉണ്ട്, അതുപോലെ മിഷനറി അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു എൻട്രി ഇല്ല. അപ്പൊ ഇവിടെ എന്തായി? ഡബിൾ ആയില്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത് ലെഡ്ജർ അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യും. നമുക്കറിയാം, നമ്മൾ +2 പഠിച്ചവർക്കാണെങ്കിൽ അറിയാം, 3 ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ എന്തുണ്ട്? ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, മിഷനറി അക്കൗണ്ട് ഉണ്ട്. 10,000 രൂപയുടെ മിഷനറി ആണ് നമ്മൾ സെയിൽ ചെയ്തത്, അപ്പൊ എമൗണ്ട് എഴുതിയില്ല ഫസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ലെഡ്ജർ ഉണ്ടാക്കണം. ക്യാഷ് അക്കൗണ്ട് വേണം, അതുപോലെ എന്ത് വേണോടോ? മിഷനറി അക്കൗണ്ട് വേണം അല്ലെ? അപ്പോൾ ഈ ജേണൽ എൻട്രി പ്രകാരം ക്യാഷ് അക്കൗണ്ടിൽ ടു മിഷനറി. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിൽ നമ്മൾ അസറ്റ് വന്നാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. നമുക്ക് വന്നത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ടു മിഷനറി. ക്യാഷ് കൊടുത്തപ്പോൾ നമുക്ക് വന്നത് എന്താ? മിഷനറി എന്ന് പറയുന്ന സാധനം വന്നു. സോറി, നമ്മൾ സെയിലാണല്ലോ ചെയ്തത്, ചെറിയ തെറ്റുണ്ട്. എടാ, ഞാൻ പറഞ്ഞത് വായിച്ചോളന്നേരി. ഈ ക്യാഷ് അക്കൗണ്ടിൽ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ക്യാഷ് അക്കൗണ്ടിൽ ടു മിഷനറി അല്ലേ? അപ്പോൾ ഇവിടെ ടു മിഷനറി എന്ന് കാണിക്കാം. ഇനി ക്യാഷ് അക്കൗണ്ടിൽ നമുക്കറിയാം ഡെബിറ്റിൽ റെസീപ്റ്റുകളാണ് എഴുതുന്നത്, അതുപോലെ എന്താണ്? ക്രെഡിറ്റിൽ പേയ്മെന്റ്സ് ആണ് എഴുതുന്നത്. അപ്പൊ ഡെബിറ്റിൽ എന്ത് ചെയ്യുക? റെസീപ്റ്റുകൾ എഴുതാ, ക്രെഡിറ്റിൽ എഴുതാ. അതുപോലെ മിഷനറി നമുക്ക് വന്നു. മിഷനറി നമുക്ക് വന്നോ? മിഷനറി നമുക്ക് വന്നിട്ടില്ല, പക്ഷെ നമുക്ക് ക്യാഷ് വന്നില്ലേ? മിഷൻ വിറ്റപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. അത് 10,000 രൂപ മിഷനറി എന്ന് പറഞ്ഞ് എഴുതിയെന്നുള്ളൂ, ജസ്റ്റ് പേര്. അല്ലാണ്ട് മിഷനറി വന്നു എന്നല്ല വായിക്കേണ്ടത്. നമുക്ക് ക്യാഷ് വന്നിട്ടുണ്ട്, ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് വന്നു 10,000. അത് എന്തിന്റെ പേരില്ല? മിഷനറി എന്ന് പറഞ്ഞ കാര്യത്തിനാണ് വന്നത്. അതുപോലെ ക്യാഷ് അക്കൗണ്ടിൽ ടു മിഷനറി എന്ന് റെക്കോർഡ് ചെയ്തു. ഇനി മിഷനറി അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ബൈ ക്യാഷ് എന്ന് റെക്കോർഡ് ചെയ്യണം. ബൈ ക്യാഷ്. മിഷനറി വന്നു, നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് കൊടുത്തിട്ട്, സോറി, മിഷനറി അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. സോ ഇവിടെ മിഷനറി അക്കൗണ്ടിങ്ങിൽ എന്താണ് സംഭവിച്ചത്? ക്യാഷ് പോയിരിക്കുകയാണ്. അതായത് മിഷനറി അക്കൗണ്ട് നമ്മൾ സെയിൽ ചെയ്തു. മൊത്തത്തിൽ ഒരു കീഴിൽ പോയ ഒരു അവസ്ഥ ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലെ? മൊത്തം വിട്, ആയിന്നൂടി പറയാം. ചെറുതായിട്ടൊന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാടിയുണ്ട്, നമ്മുടെ എക്സാമ്പിൾ ഒന്ന് വിട്. ഓക്കെ, നമ്മ പറഞ്ഞു വന്നത് എന്താ? ലെഡ്ജർ. മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ലെഡ്ജർ പോസ്റ്റ് ചെയ്യുക എന്നതാണ്. ലെഡ്ജർ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ 2 അക്കൗണ്ടുകളാണ് ഉള്ളത്. ഒന്ന് ക്യാഷ് അക്കൗണ്ട്, എന്ത് അക്കൗണ്ടാണ്? ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. അതുപോലെ വേറെ അക്കൗണ്ട് ഏതാ ഉള്ളത്? ഇവിടെ വേറൊരു അക്കൗണ്ട് ഇടിമൊക്കെയാണ്. ഓക്കെ, ഇതൊരു അക്കൗണ്ട്, ഇതൊരു അക്കൗണ്ട്. ഇവിടെ 2 ഇതിലാണ്. ഇതിനെ ഓരോന്നിനും അക്കൗണ്ട് എന്നാ പറയുന്നത്. ഒന്ന് ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ഒന്ന് എന്താ? മിഷനറി അക്കൗണ്ട് ഉണ്ട്.
ക്യാഷ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഐറ്റം ടു ആണ്. അപ്പൊ ടു മിഷനറി എന്ന് നമ്മൾ കാണിക്കും. ടു മിഷനറി എത്രയാണ്? 10,000 രൂപയാണ് അല്ലെ. അപ്പോൾ 10,000 രൂപ എന്താണ്, നമ്മുടെ ബിസിനസ്സിലോട്ട് വരികയാണ് ചെയ്തത്. ഇതെന്താ, ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റുകളും ഇവിടെ പേയ്മെന്റ്സും അല്ലേ എഴുതണം, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നമുക്ക് 10,000 രൂപ മിഷനറി വിറ്റത് കൊണ്ട് വന്നു. ഇനി മിഷനറി അക്കൗണ്ടിലുണ്ട്. മിഷനറി അക്കൗണ്ട് നമ്മൾ സെയിൽ ചെയ്തില്ലേ, സെയിൽ ചെയ്തപ്പോൾ എൻട്രി എന്താണ്? മിഷനറി അക്കൗണ്ട് സെയിൽ ചെയ്യുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി ആണ്. അപ്പോൾ ഇവിടെ ബൈ ക്യാഷ് വന്നു. എത്ര? 10,000. ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? ബൈ ക്യാഷ് സെയിൽ ചെയ്താണ് നമ്മൾ ചെയ്തത് അല്ലെ. സെയിൽ ചെയ്തു. സെയിൽ ചെയ്തപ്പോൾ നമ്മുടെ മിഷനറി അക്കൗണ്ടിൽ നമ്മൾ കുറക്കണ്ടേ? ഇത് നമ്മൾ പർച്ചേസ് ചെയ്തൊക്കെ ഇപ്പുറത്ത് നമ്മൾ എഴുതിയുണ്ടാവും. ഓക്കെ, അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ മിഷനറി അക്കൗണ്ടിൽ എന്താ, നമ്മൾ സെയിൽ ചെയ്തു, ആ ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു, വന്നതായിട്ട് കാണിച്ചു. അതുപോലെ മിഷനറി ഇപ്പോൾ ഉണ്ടോ? ഇല്ല, അത് സെയിൽ ചെയ്തു പോയി. ഓക്കെ, അത്രയും മനസ്സിലാക്കാം. വലിയ ഇതില്ല, നമുക്ക് 2 അക്കൗണ്ടുകൾ ഉണ്ടാകും ഇത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ പോസ്റ്റിംഗ് ടു ലെഡ്ജർ അക്കൗണ്ട് ആണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ആഫ്റ്റർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ജേണലായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒന്നെങ്കിൽ ട്രാൻസ്ഫർഡ് ഓർ പോസ്റ്റഡ് ടു ദി ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ക്യാഷ് അക്കൗണ്ട് അതുപോലെ മിഷനറി അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്തു. എന്ത് ചെയ്തു? ക്യാഷ് അക്കൗണ്ട്, മിഷനറി അക്കൗണ്ട് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ റെക്കോർഡ് ചെയ്തു. ബട്ട് ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പോയല്ലേ. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഇതെന്താ ഹൈലൈറ്റ് ആവുള്ളതല്ല. ഓക്കെ, ക്യാഷ് അക്കൗണ്ട്, മിഷനറി അക്കൗണ്ട് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തു. ഈ 2 അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ലെഡ്ജർ എന്ന് പറഞ്ഞ ക്യാഷ് അക്കൗണ്ട്, മിഷനറി അക്കൗണ്ട് എന്ന പേരിൽ 2 രീതിയിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ദി ലെഡ്ജർ ഈസ് കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് വെയർ സിമിലർ ടു റിലേറ്റഡ് ടു അസറ്റ്, ലയബിലിറ്റീസ്, ഇൻകം ആൻഡ് എക്സ്പെൻസ് ആർ ഗ്രൂപ്പ് ടുഗദർ. അത് നോക്കണ്ട. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. എടാ നമുക്കറിയാം, ലെഡ്ജർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നോക്കുന്നത് എന്താണ്? നമ്മൾ ഇതുവരെയും റെക്കോർഡ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന്, അതിന്റെ ഒരു അരിത്തമെറ്റിക്കൽ ആക്യുറസി ആണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്തത് എന്തെങ്കിലും മിറർ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് എന്ത്? ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് ടാലി ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഇതുവരെയും റെക്കോർഡ് ചെയ്തത് എല്ലാത്തിനും ഡബിൾ എൻട്രീസ് ഉണ്ട്, കറക്റ്റ് ആണ് എന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാൻ വന്നിട്ട് ഇത് വെറുതെ കാണിച്ചു തരാം. ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് എ സ്പെസിഫിക് പീരീഡ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്പെസിഫിക് പീരീഡിലാണ്. അത് ചിലപ്പോൾ എന്താവാം? മന്ത്ലി ആയിരിക്കാം, ക്വാർട്ടർലി ആയിരിക്കാം. മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം. ടു എൻഷുർ ടോട്ടൽ ഡെബിറ്റ് ഈക്വൽസ് ടോട്ടൽ ക്രെഡിറ്റ് ഇൻ ദ ലെഡ്ജർ അക്കൗണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ലെഡ്ജർ അക്കൗണ്ടുകളിൽ ടോട്ടൽ ഡെബിറ്റും അതുപോലെ ക്രെഡിറ്റും അതിന്റെ ടോട്ടൽ രണ്ടും ടാലി ആവണം, അതായത് ഈക്വൽ ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ട്രയൽ ബാലൻസ് ഹെൽപ്പ് ചെയ്യുന്നത് എന്താ? മാത്തമാറ്റിക്കൽ എറർ ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യും? എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ടിങ് മാത്തമാറ്റിക്കൽ എററിന്റെ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ 3 വരെ നമുക്ക് പറഞ്ഞു. ഇനി 4 എന്താണ്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെബിറ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് ഉണ്ടാവും. ഇവിടെ പർട്ടിക്കുലേഴ്സ് വരും. ഡെബിറ്റില് അസറ്റും എക്സ്പെൻസ് ആണ് ഡെബിറ്റ് കാണിക്കണം, ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ക്രെഡിറ്റിലായിരിക്കും കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ പ്രകാരം ഇവിടെ എന്താ? ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി. അതിനെ നമ്മൾ ലെഡ്ജറിലോട്ട് ആക്കിയില്ലേ? ലെഡ്ജറിലാക്കിയപ്പോൾ മിഷനറി ഉണ്ട്. മിഷനറി എന്ന് പറഞ്ഞ അസറ്റ് അല്ലേ? മിഷനറിയുടെ ബാലൻസ് ആണ് ഇതാണ് നമ്മൾ ഇപ്പൊ എഴുതിയിട്ടുള്ള. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ മിഷനറി എടുത്ത് എഴുതി കാണിക്കാം. അപ്പോൾ മിഷനറി അസറ്റ് ആയതുകൊണ്ട് ഇവിടെ 10,000 കാണിക്കുന്നു. ഇനി ക്യാഷ് ഉണ്ട്. ക്യാഷ് എന്താ? ക്യാഷും അസറ്റ് ആണ്, അതുകൂടെ ക്യാഷ് 10,000 കാണിക്കുന്നു. അതുപോലെ ഇവിടെ ഡെബിറ്റിൽ ഇത് ഇവിടെയാണ് എഴുതേണ്ടത്. എഴുതി മാറിയതാ, പർട്ടിക്കുലേഴ്സി കൊണ്ട് എഴുതി. ഓക്കെ, കറക്റ്റ് ആക്കിയേക്കാം. ഓക്കെ,
അപ്പോൾ ഇത് ബാലൻസ് ആവണം. പക്ഷെ നമ്മൾ ഇവിടെ എൻട്രീസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇല്ല. അപ്പൊ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം, എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. ഇനി 6ാമത്തെ സ്റ്റെപ്പിന് മുമ്പ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡിലെ എൻഡിൽ എന്ത് ചെയ്യും? അക്കൗണ്ട് ഫോർ ദി accrued and deferred items. These adjustments are necessary to match revenue and expense with the period in which they were incurred following the matching principle. എടാ നമുക്കറിയാം മാച്ചിങ് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മുടെ എക്സ്പെൻസുകളും ഇൻകംസും മാച്ച് ചെയ്ത് നിൽക്കണം അല്ലെ. അതായത് നമ്മുടെ വരവും ചെലവൊക്കെ എന്താ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസുകളാണ് ഇവിടെ മാച്ച് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. എടാ നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ആയി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്തുണ്ടാവും? അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. അതായത് എന്തെങ്കിലും ഇറേഴ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ എൻട്രി ഇടാൻ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആ എൻട്രികളും കൂടി ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ആ ട്രയൽ ബാലൻസിനെ പറയുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഓൺ ദി അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആർ പോസ്റ്റഡ്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പോസ്റ്റ് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു എൻഷുർ ദാറ്റ് ദി അക്കൗണ്ട്സ് ആർ സ്റ്റിൽ ബാലൻസ്ഡ്. ഓക്കെ, ജസ്റ്റ് അത്രയും മനസ്സിലാക്കാം. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. Based on the adjusted trial balance, the primary financial statement എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആർ പ്രിപ്പയർഡ്. ദി സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ്സ് എ കോംപ്രഹെൻസീവ് പിക്ചർ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് പെർഫോമൻസ് ആൻഡ് ദി പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും അതുപോലെ ബിസിനസിന്റെ ഓർഗനൈസേഷന്റെ പൊസിഷൻസും ഷോ ചെയ്ത് കാണിക്കും. ഓക്കെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ്? നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും അറിയാനാ. ബാലൻസ് ഷീറ്റ് എന്തിനാണ്? നമ്മുടെ ലയബിലിറ്റീസും അസറ്റും അറിയാനാ. അതുപോലെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്താ? ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ. ഇനി ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ? ഞാനിവിടെ സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ക്ലോസിംഗ് എൻട്രീസ് എടാ അതായത് 1 മിനിറ്റ്. യെസ് എടാ, ഇയർ ഫുള്ള് ബിസിനസ്സിന് വന്ന ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ക്ലോസിംഗ് എൻട്രീസ് അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചോ കേട്ടോ. Closing entries are made at the end of the accounting period to transfer balance from the temporary account. Okay, അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ റവന്യൂ അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഓരോ വർഷവും നമ്മൾ ക്ലോസ് ചെയ്യും. ഇതൊക്കെ എന്താ? ടെമ്പററി അക്കൗണ്ടുകളാണ് റവന്യൂ അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടുകളെ ക്ലോസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ക്ലോസിംഗ് എൻട്രി എന്ന് പറയുന്നത്. അതായത് period to transfer balance from temporary account to permanent account. ഇതിന്റെ ബാലൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? റീറ്റൈൻഡ് ഏർണിങ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ദി പ്രോസസ് റീസെറ്റ് ദി ടെമ്പററി അക്കൗണ്ട്. ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ടെമ്പററി അക്കൗണ്ട് ആയിട്ടുള്ള റവന്യൂ അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട് ഒക്കെ എന്താവും? 0 ആയിട്ട് മാറും. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ റവന്യൂവും എക്സ്പെൻസ് ഒക്കെ ഈ വർഷത്തെ അല്ലേ, അടുത്ത വർഷത്തെ അല്ലല്ലോ. അപ്പോൾ അടുത്ത വർഷത്തിലോട്ട് പോകുമ്പോൾ ഈ വർഷത്തുണ്ടായിരുന്ന റവന്യൂകളും ചെലവുകളും നമുക്ക് വരുന്ന വരുമാനവും അത് റീസെറ്റ് ചെയ്തിട്ട് അടുത്ത വർഷം പുതിയതായിട്ടായിരിക്കും കാണിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ഇയറിൽ വന്ന ബിസിനസ്സിൽ വന്ന ഇൻകംസ് എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ഓണേഴ്സ് ക്യാപിറ്റലിൽ ചേർത്ത് കാണിക്കും. മനസ്സിലാക്കണ്ട, ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി പോസ്റ്റ് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്, ആഫ്റ്റർ ക്ലോസിംഗ് എൻട്രീസ് ആർ പോസ്റ്റഡ്, എ പോസ്റ്റ് closing trial balance is prepared to ensure that all temporary accounts have been closed properly. എടാ, പോസ്റ്റ് ക്ലോസിംഗ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഉറപ്പുവരുത്താനാണ്. ടു എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെമ്പററി അക്കൗണ്ട്സ് ആയിട്ടുള്ള റവന്യൂ അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടുകളൊക്കെ പ്രോപ്പർലി ക്ലോസ് ചെയ്തിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഇനി ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 10ാമത്തെ റിവേഴ്സിംഗ് എൻട്രി. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അക്രൂഡ് സാലറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏൺ ചെയ്തു എന്നതാണ് അല്ലേ.
ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ വരും. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്രീപെയ്ഡ് എക്സ്പെൻസ് പേ ചെയ്തു. എടാ ഈ അഡ്വാൻസ് ആയിട്ട് പ്രീപെയ്ഡ് എക്സ്പെൻസ് പേ ചെയ്യണത് എന്താണ്, ഇത് അടുത്ത വർഷത്തെ അല്ലേ, അടുത്ത വർഷത്തെ കാര്യമാണ് നമ്മൾ പേ ചെയ്തേക്കുന്നത്. അതുപോലെ അക്രൂഡ് സാലറി, ഈ വർഷം നമുക്ക് കിട്ടേണ്ട സാധനം ഈ വർഷം തന്നെ കിട്ടണ്ടേ, അടുത്ത വർഷം കിട്ടിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഈ വർഷം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്ത വർഷം കിട്ടുള്ളൂ, പക്ഷെ ഈ വർഷം നമുക്ക് കിട്ടണ പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ വരുമ്പോൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിൽ എന്ത് പറ്റും, ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ടുള്ള അഡ്വാൻസ് എന്താ ആക്ച്വൽ പേയ്മെന്റ് ആയി മാറില്ലേ. അതായത് അടുത്ത വർഷത്തെ സാധനം മാറും, നമ്മൾ ഈ വർഷം അഡ്വാൻസ് ആയിട്ട് അസറ്റ് ആയിട്ട് കാണിച്ചത്. ഇതൊക്കെ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവില്ല, ഈ റൂള് അറിഞ്ഞില്ലെങ്കിൽ അസറ്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന്. അപ്പോൾ അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമുക്ക് എന്താണ്, അസറ്റ് ആണ്. അപ്പോൾ ഇത് അടുത്ത വർഷം ആക്ച്വൽ ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്തായി, ഡബിൾ ആയില്ലേ. അതായത് കഴിഞ്ഞ വർഷവും റെക്കോർഡ് ചെയ്തു, ഈ വർഷവും റെക്കോർഡ് ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഇനി ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, റിസീവ് ചെയ്തു. കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടാനുള്ള രീതിയിൽ അക്രൂഡ് സാലറിന് പകരം ഇൻട്രസ്റ്റ് ആണെന്ന് കരുതുക. എന്താ, അക്രൂഡ് ഇൻട്രസ്റ്റ് ആണെന്ന് കരുതുക. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടാനുള്ളത് ആക്ച്വലി നമുക്ക് റിസീവ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഈ രണ്ട് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി റെക്കോർഡ് ചെയ്തായിരുന്നു. പ്രീവിയസ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി റെക്കോർഡ് ചെയ്തായിരുന്നു. പക്ഷേ എഗെയിൻ റെക്കോർഡ് ഇൻ ദി കറന്റ് ഇയർ. കറന്റ് ഇയറിൽ നമ്മൾ വീണ്ടും റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ഡബിൾ എൻട്രി ആവില്ല. ഇത് 2 വട്ടം റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഈ 2 വട്ടം റെക്കോർഡ് ചെയ്തതിൽ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇതിനെ റിവേഴ്സ് ചെയ്യണം. അതിനെയാണ് പറയുന്നത് എന്ത്, റിവേഴ്സിങ് എൻട്രീസ് എന്ന് പറയുന്നത്. Some companies use revising entries at the beginning of the new accounting period to simplify the recording of the certain transactions. ചില കമ്പനീസുകളാണ് ഈ റിവേഴ്സിംഗ് എൻട്രീസ് യൂസ് ചെയ്യുന്നത്, എല്ലാവരും ഒന്നും യൂസ് ചെയ്യാറില്ല. ഇത് എന്ത് ചെയ്യും, അക്കൗണ്ടിങ് പീരീഡിൽ, ബിഗിനിങ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡിൽ ഈ റെക്കോർഡിംഗ് ചില ട്രാൻസാക്ഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യും. റിവേഴ്സിംഗ് എൻട്രി എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ് ആൻഡ് ആർ യൂസ്ഡ് ടു നള്ളിഫൈ ദി എഫക്ട് ഓഫ് സം അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് മെയ്ഡ് ഇൻ ദ പ്രീവിയസ് പീരീഡ്. പ്രീവിയസ് പീരീഡിൽ ചെയ്തിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസിന്റെ എഫക്ട് നള്ളിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, റിവേഴ്സിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ലോങ് വീഡിയോ തന്നെയായിരുന്നു. ഇതിൽ ഞാൻ കുറച്ച് എഡിറ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പൊ ഇറേസ് ഉണ്ട്, അതൊക്കെ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. ഓക്കെ.